കോട്ടയം ജില്ലാ ആശുപത്രിയിൽ സൗജന്യ ഭക്ഷണ വിതരണം നടത്തുന്നത് കെ കരുണാകരന്റെ ചിത്രത്തിന് താഴെ. പുതുപ്പള്ളി കേന്ദ്രമായുള്ള കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി. കരുണാകരന്റെ ഓർമ്മ നിലനിർത്താൻ ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് സംഘാടകരുടെ നിലപാട്. അകത്തുള്ള അധികാരം മന്ത്രിക്ക് ഡിവൈഎഫ്ഐക്ക് അല്ല, പുറത്ത് ചെയ്തോട്ടെ. അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീന്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ. അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിൽ പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ, ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. മന്ത്രി കെ മുരളീധരന്റെ ഈ പ്രസ്താവന നടപ്പാക്കുകയാണെങ്കിൽ ആദ്യം എടുത്തുമാറ്റേണ്ടത് സ്വന്തം പിതാവിന്റെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡ് തന്നെ. കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ് ദിവസവും കരുണാകരന്റെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡിന് താഴെ സൗജന്യ ഭക്ഷണ വിതരണം നടക്കുന്നത്. കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണ് ഈ പ്രവർത്തനം. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്നായിരുന്നു മുരളിയുടെ ഉപദേശം. പക്ഷേ കെ കരുണാകരൻ ട്രസ്റ്റ് അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ തന്നെയാണ് ഈ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. പുതുപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ലീഡർ കെ കരുണാകര സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി, അദ്ദേഹം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയപ്പോൾ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കിക്കൊണ്ട് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ അന്നു മുതൽ ഇന്ന് വരെയും ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായി എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഭക്ഷണ വിതരണം ഈ സമൂഹത്തിലെ ഒട്ടനവധി പട്ടിണി പാവങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നവജീവൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും ഇവിടെ സൗജന്യ ഭക്ഷണ വിതരണം ദിവസവും നടക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ഭക്ഷണ വിതരണത്തിന്റെ സമയവും മറ്റു വിവരങ്ങളുമാണ് ഫ്ലെക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.